മമ്മൂട്ടി അഹങ്കാരിയോ? ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കത്തിച്ചത്, ചാനലുകൾ നോക്കിയാലും ഇന്നലെ 2020 ഫൈനലിനെക്കാട്ടി കൂടുതൽ കേരളക്കാർ ആഘോഷിച്ചത് മമ്മൂട്ടി അഹങ്കാരിയാണ്. കാരണം മമ്മൂട്ടി ഇങ്ങനെ പെരുമാറാൻ പാടില്ല. മമ്മൂട്ടി ഒരു സ്വകാര്യ അഹങ്കാരമാണ്, നടൻ എന്നുള്ള രീതിയിൽ നന്മയുള്ളൊരു മനുഷ്യമാണ്. പക്ഷെ മമ്മൂട്ടിയുടെ ഇന്നലത്തെ പ്രവൃത്തി ഒരിക്കലും അഹങ്കാരമുള്ളതൊന്നുമല്ല. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, വയനാട് ദുരന്തത്തിൽ നമ്മൾ ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ രൂപ ഇട്ട് നമ്മൾ കേരളം മൊത്തം ഐക്യമായിട്ട് കെട്ടിപ്പടുത്തിയതാണ് ഇത്രയും ഒരു ടൗൺഷിപ്പ്. അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവിടെ BJP എന്നോ UDF എന്നോ LDF എന്നോ ഒന്നുമില്ല. മമ്മൂട്ടിക്ക് വളരെ സദുദ്ദേശത്തോടുകൂടി തന്നെയാണ് മമ്മൂട്ടി വയനാട്ടിൽ ചെല്ലുന്നതും ടൗൺഷിപ്പിൽ അദ്ദേഹത്തിനൊരു ഇഷ്ടം കൊണ്ടായിക്കാണ് ഇതെല്ലാം ഒന്ന് പോയി കാണണം എന്നുള്ള ഇഷ്ടത്തോടുകൂടി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അവിടുത്തെ പാർട്ടി സെക്രട്ടറി ഇദ്ദേഹത്തോടൊപ്പം എല്ലാ സ്ഥലങ്ങളിലും ഇദ്ദേഹത്തോടൊപ്പം നിന്നപ്പം പാർട്ടി സ്പോൺസേഡ് പരിപാടി ആകുമോ എന്ന് മമ്മൂട്ടിക്ക് ഒരു സംശയം തോന്നിക്കാണ്. സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു സംശയമാണ്. കാരണം മമ്മൂട്ടി ഒരു പാർട്ടിക്കാരനാണ് താനും, കൈരളി TV ചെയർമാനും ഒക്കെ ആയതുകൊണ്ട് അത് ആ സംശയം ഉള്ളതുകൊണ്ടായിരിക്കും വളരെ മാന്യമായ രീതിയിലാണ് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള റഫീഖിനോട് ഈ കാര്യം സംസാരിച്ചത്. അത് വലിയൊരു മോശമായ വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല. പിന്നങ്ങ് ആക്രമണമാണ്. മമ്മൂട്ടി രാത്രിയിലേക്കായപ്പോഴത്തേക്ക് സംഭവം വേറെ രീതിയിലോട്ട് മാറ്റി. മമ്മൂട്ടിയുടെ വീടിന്റെ കക്കൂസിൽ നിന്ന് മാലിന്യം പോകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും മമ്മൂട്ടി ആക്രമിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മമ്മൂട്ടി എന്ന് പറയുന്നത് മാന്യനും വളരെ ശ്രദ്ധാപൂർവം സംസാരിക്കുന്ന ആളുമാണ്. കാരണം അതുകൊണ്ടായിരിക്കും മമ്മൂട്ടി ഇന്നലെ തന്നെ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിഴ ഉണ്ടായോ എന്നറിയാൻ വേണ്ടി റഫീഖിനെ വിളിച്ചത് പോലും അതുകൊണ്ടാണ്. റഫീഖ് തന്നെ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി എന്ത് പറയണം, ഇന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെല്ലാം പറഞ്ഞു മമ്മൂട്ടി പോയത് സദുദ്ദേശത്തോടെയാണ്, പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലെ അല്ലെങ്കിൽ പാർട്ടിയുടെ രീതിയിലൊന്നും പോയതല്ല. അദ്ദേഹം അവിടെ പോയത് തന്നെ വലിയ കാര്യം, ശരിയല്ലയോ? ഇത്രയും അസുഖബാധിതനായിരുന്നു അദ്ദേഹം. അതിനുശേഷം ആരോഗ്യം വീണ്ടെടുത്തു. ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങിന്റെ തിരക്കുകൾക്കിടയിൽ അവിടെ ഇത്രയും മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വലിയൊരു കാര്യമാണ്. കാരണം അന്നേരം ഇത് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി വരേണ്ടത് ആ രീതിയിലാണ്. കാരണം വയനാട്ടിൽ നമ്മളെല്ലാം ഓരോരുത്തരും ഓരോരുത്തരും കെട്ടിപ്പടുത്തിയ സംഭവമാണ് വയനാട്ടിലെ ടൗൺഷിപ്പ് എന്ന് തെളിയിക്കുകയാണ് മമ്മൂട്ടി പോയപ്പോൾ നമുക്കൂടെ മനസ്സിലായത്. പക്ഷെ അതിനെ നേരെ വിപരീതമായിട്ടാണ് സോഷ്യൽ മീഡിയയിലെ മാധ്യമങ്ങളെല്ലാം എടുത്താക്കിയത്. പക്ഷെ മമ്മൂട്ടി സൈബർ ആക്രമണം നേരിട്ടാലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ നന്മ മനസ്സുള്ളിടത്തോളം കാലം മലയാളികൾക്കറിയാം മമ്മൂട്ടി എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ എത്ര വിവാദങ്ങൾ ഉണ്ടാക്കി പബ്ലിസിറ്റി നേടാൻ ചാനലുകൾ ആഗ്രഹിച്ചാലും നേടാൻ സാധിക്കാത്തത് അതിന് മണ്ടയ്ക്ക് ഒരു ഇമേജ് മമ്മൂട്ടി മലയാളികളുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.